ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു എന്ന നല്ല ഇടയനും ഇടയൻ്റെ ആടുകളും എന്നതിനെ പറ്റിയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, ആട്ടിടയന്മാരും ആടുകളും തമ്മിലുള്ള ബന്ധം ആഴമേറിയ സ്നേഹത്തിൻ്റെ ഒരു വലിയ കഥയാണ്. ഈ ഒരു കഥയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആടുകളാണ്, ഞാൻ നിങ്ങളുടെ നല്ല ഇടയനാണ്. നമ്മളിന്ന് ഒന്നാമതായിട്ട് ചിന്തിക്കുന്നു, ഈ നല്ല ഇടയൻ വലിയ ഒരു വില കൊടുത്ത് ആടുകളെ സ്വന്തമാക്കി. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭ. കർത്താവ് തൻ്റെ രക്തം കൊണ്ട് നേടിയെടുത്ത സഭ. 1 പത്രോസ് 1:18 പറയുന്നു, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലെയുള്ള അമൂല്യ രക്തം കൊണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കുക എന്ന പദം ബൈബിളിൽ അനേക തവണ ആവർത്തിച്ചിരിക്കുന്ന ഒരു പദമാണ്. വീണ്ടെടുക്കുക, വീണ്ടെടുക്കുക, വീണ്ടെടുക്കുക. ദൈവം അനേക തവണ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലും ഈ വാക്ക് ആവർത്തിച്ചിരിക്കുന്നു, നീ പോയി നിന്റെ ഭാര്യയെ വീണ്ടെടുക്കുക. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എൻ്റെ സ്വന്തമായിരുന്ന ഒന്നിനെ മറ്റാരോ കൊണ്ടുപോയി അടിമപ്പെടുത്തി സ്വന്തമാക്കി വച്ചിരിക്കുകയാണ്. ഇന്ന് അതെൻ്റെ സ്വന്തമല്ലാതായി തീർന്നതിനാൽ ഞാൻ വലിയ ഒരു വില കൊടുത്ത് അതിനെ വീണ്ടും എൻ്റെ കൈകളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു, സ്വന്തമാക്കുന്നു. ഇതിനെയാണ് ബൈബിൾ പറയുന്നത് വീണ്ടെടുക്കുക. അപ്പോസ്തല പ്രവർത്തനം 20:28 പറയാണ്, കർത്താവ് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് നേടിയെടുത്ത സഭ. പ്രിയപ്പെട്ടവരെ, സാത്താൻ എന്ന് പറയുന്ന ഒരു മുതലാളി, മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്, സാത്താൻ എന്ന് പറയുന്ന ഒരു മുതലാളി മനുഷ്യവർഗത്തെ മുഴുവനും അടിമകളാക്കി കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ മക്കളെ വീണ്ടും തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു വലിയ വില ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ട് വന്നു. അത് സ്വർണമല്ല, വെള്ളിയല്ല, പണമല്ല, സമ്പത്തല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള രക്തമാണ്. മനുഷ്യ ചരിത്രത്തിൽ ഭൂമിയിൽ ആദ്യമായിട്ട് വീണ രക്തം എന്ന് പറയുന്നത് ആബേലിൻ്റെ രക്തമാണ്. ഈ രക്തം വീഴാൻ കാരണം സ്വന്തം സഹോദരൻ കായേൻ ആബേലിനെ കൊന്നതാണ്. പക്ഷേ ഈ ആബേൽ എത്ര നല്ലവനായിരുന്നിട്ട് പോലും ആബേലിൻ്റെ രക്തം വീണപ്പോൾ ആ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. ആബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്നെ കൊന്ന എൻ്റെ ചേട്ടനോട് പ്രതികാരം ചെയ്യണമേ ദൈവമേ എന്ന് ഈ രക്തം ഭൂമിയിൽ കിടന്ന് നിലവിളിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രക്തം അതിനുശേഷം ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞ് ഭൂമിയിൽ വീഴുമ്പോൾ യേശുവിൻ്റെ രക്തം നിലവിളിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. മാത്രമല്ല, എൻ്റെ പിതാവേ, ഈ രക്തം അങ്ങ് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ മക്കളുടെ പാപത്തിന് അവരുടെ മേൽ ശിക്ഷ വിധിക്കരുതേ, അവരോട് കരുണയായിരിക്കണമേ എന്ന് നിലവിളിക്കുന്ന യേശുവിൻ്റെ രക്തം. അങ്ങനെ യേശുവിൻ്റെ രക്തം വീണതിൻ്റെ യോഗ്യതയാൽ ഞാനും നിങ്ങളും വിടുവിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് സൈറസ് രാജാവ് ഓരോ രാജ്യങ്ങളെ വീതം പരാജയപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു രാജ്യം കീഴ്പ്പെടുത്തി അവിടുത്തെ ചെറുപ്പക്കാരനായ രാജാവിനെയും രാജാവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ട് തൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ രാജ്യം മുഴുവൻ അദ്ദേഹം കൊള്ളയടിച്ചു. ഒടുവിൽ മൃഗങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഒരു ചങ്ങല കൊണ്ട് ഭാര്യയും ഭർത്താവിനെയും കെട്ടിയിട്ട് തൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. വലിയൊരു സിംഹാസനത്തിൽ സൈറസ് രാജാവ് കയറിയിരുന്നു. എന്നിട്ട് അദ്ദേഹം ചെറുപ്പക്കാരനായ ഈ രാജാവിനോട് ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ ഭാര്യയെ സ്വതന്ത്രമാക്കി വിട്ടുതരാനായിട്ട് നീ എനിക്ക് എന്ത് വില തരും? ആ ചെറുപ്പക്കാരനായ രാജാവ് സൈറസ് രാജാവിൻ്റെ മുഖത്ത് നോക്കി ഇപ്രകാരം പറഞ്ഞു, മഹാനായ സൈറസ് രാജാവേ, എൻ്റെ ഭാര്യയെ അങ്ങ് ഉപദ്രവിക്കാതെ വിട്ടയക്കാമെങ്കിൽ എൻ്റെ ജീവൻ പൂർണ്ണമായിട്ടും ഞാൻ അങ്ങേക്ക് തരാമെന്ന് വാക്ക് തരുന്നു.
എന്നെ കൊന്നുകൊള്ളുക, എന്നിട്ട് അങ്ങ് എൻ്റെ ഭാര്യയെ സ്വതന്ത്രമാക്കി വിട്ടുകൊള്ളുക. ഞാൻ മരിച്ചു വീഴട്ടെ, എൻ്റെ ഭാര്യ സ്വതന്ത്രമായി അവളുടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളട്ടെ. എൻ്റെ ജീവൻ തരാൻ ഞാൻ തയ്യാറാണ്. ഇത് കേട്ടപ്പോൾ സൈറസ് രാജാവിന് ഒരുപാട് സന്തോഷമായി. സൈറസ് രാജാവ് അവിടെയുള്ള പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആരവിടെ? ഇവിടെ രണ്ടുപേരുടെയും ചങ്ങലകൾ അഴിച്ചുവിടുക, ഇവരുടെ കൊട്ടാരത്തിൽ നിന്ന് പിടിച്ചെടുത്ത മുഴുവൻ സമ്പത്തും തിരിച്ചു കൊടുത്തു വിടുക, ഇവരെ ഇവരുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുക, അദ്ദേഹം അവിടെ പോയി ഭരണം നടത്തിക്കോട്ടെ. പോകാൻ സമയത്ത് സൈറസ് രാജാവ് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ ഭാര്യയെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ, നിന്റെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ നിനക്കെല്ലാം തരണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ സ്വന്തം ഭാര്യയെ ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് കൊല്ലാൻ മനസ്സ് വരുന്നില്ല. മാത്രമല്ല, നീ തിരിച്ചു പോയി നിന്റെ രാജ്യത്തെ ജനങ്ങളെ ഭരിച്ചുകൊള്ളുക. അവർക്ക് തീർച്ചയായിട്ടും നിന്നിൽ നിന്ന് ഒരുപാട് നന്മകൾ കിട്ടാനുണ്ട്. അങ്ങനെ ഈ കൊച്ചു രാജാവും രാജ്ഞിയും കൂടെ മടങ്ങിപ്പോകുമ്പോൾ വഴിക്ക് വെച്ച് ചെറുപ്പക്കാരനായ രാജാവ് രാജ്ഞിയോടൊരു ചോദ്യം ചോദിച്ചു. നീ ശ്രദ്ധിച്ചായിരുന്നോ? സൈറസ് രാജാവ് എന്തൊരു സുന്ദരനാണ്, നീ ശ്രദ്ധിച്ചോ? അപ്പോൾ രാജ്ഞി ഈ രാജാവിനോട്, കൊച്ചു രാജാവിനോട് പറയുകയാണ്, ഞാൻ സൈറസ് രാജാവിൻ്റെ മുഖത്ത് നോക്കിയേയില്ല. കാരണം എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കാൻ തയ്യാറായി എൻ്റെ തൊട്ടടുത്ത് നിന്ന എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്കായിരുന്നു എൻ്റെ രണ്ട് കണ്ണുകളും. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഞാൻ സൈറസ് രാജാവിൻ്റെ സൗന്ദര്യം കണ്ടില്ല. എന്നെ ജീവനേക്കാളധികം സ്നേഹിച്ചുകൊണ്ട് എന്നെ മോചിപ്പിക്കാൻ ജീവൻ തരാൻ തയ്യാറായി നിന്ന എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തായിരുന്നു എൻ്റെ രണ്ട് കണ്ണുകളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാനിത് പങ്കുവയ്ക്കാനുള്ള കാരണം, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ലോകത്തിൻ്റെ സകല മോഹങ്ങളും പിശാച് കാണിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും ആകർഷിക്കുമ്പോൾ നമ്മൾ പിശാചിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ട ഒരു കാര്യം ഇതാണ്, എൻ്റെ രണ്ട് കണ്ണുകളും എൻ്റെ കർത്താവിൻ്റെ മുഖത്താണ്. എനിക്ക് വേണ്ടി ജീവൻ ബലിയായിട്ട് തന്ന എൻ്റെ കർത്താവിൻ്റെ മുഖത്താണ് എൻ്റെ രണ്ട് കണ്ണുകളും. നീ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ പ്രലോഭിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു സൗന്ദര്യവും കാണാൻ എനിക്ക് മനസ്സില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയായിട്ട് തന്നുകൊണ്ട് അവരെ രക്ഷിച്ച ഒരു നല്ല ഇടയൻ്റെ ചരിത്രമാണ് ബൈബിൾ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നേതാവ് ഇല്ല. സകല നേതാക്കന്മാരെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ കാണാം, നേതാക്കന്മാരെല്ലാം അവരുടെ അണികളെ മുന്നോട്ട് തള്ളിവിട്ടിട്ട് നേതാക്കന്മാർ അവരുടെ കൊട്ടാരങ്ങളിലും അവരുടെ മന്ദിരങ്ങളിലും ഇരിക്കുകയും നേതാക്കന്മാരുടെ പട്ടാളക്കാരും നേതാക്കന്മാരുടെ അണികളും തെരുവിൽ പോയി മരിച്ചു വീഴുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് പട്ടാളക്കാർ തൻ്റെ കൂടെയുണ്ടായിരുന്ന 12 പേരെ കൂടെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരെ വിട്ടുകൊള്ളുക, നിങ്ങൾ എന്നെയാണല്ലോ അന്വേഷിക്കുന്നത്, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് കൈകൾ നീട്ടിക്കൊടുക്കുന്ന ഒരു ലീഡറിനെയാണ്, തൻ്റെ പട്ടാളക്കാരെ ഉപദ്രവിക്കരുത്, തൻ്റെ അണികളെ തുടരുത്, എന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് മുൻപിലേക്ക് നടന്നു ചെല്ലുന്ന ശ്രേഷ്ഠനായ ധീരനായ ഒരു നേതാവിനെ നമ്മൾ യേശുവിൽ കാണുകയാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ ബലി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് വലിയ വില കൊടുത്ത് നമ്മളെ സ്വന്തമാക്കി. രണ്ടാമതായി, കർത്താവ് ഈ ആടുകളെ മുദ്രയിട്ട് സൂക്ഷിക്കുകയാണ്. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം പറയുന്നു, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ കല്യാണം കഴിച്ച ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരുടെ കൈകളിൽ ചിലപ്പോൾ നിങ്ങളൊരു മോതിരം കാണും. നിങ്ങൾ ആ മോതിരത്തെ നോക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിൽ തോമസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം തോമസ് ഇവളെ കല്യാണം കഴിച്ചിരിക്കുകയാണ്, തോമസ് ഇവളുടെ കൈകളിൽ ഒരു മുദ്രയിട്ടിരിക്കുകയാണ്, ഇവൾ എൻ്റെ സ്വന്തമാണ് എന്ന് കാണിക്കാൻ തോമസ് ഇട്ടിരിക്കുന്ന മുദ്രയാണത്. തോമസ് എന്ന് എഴുതിയ ഒരു മോതിരം ചിലപ്പോൾ എന്തെങ്കിലും ഒരു അടയാളമായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റേതാണ് എന്ന് കാണിക്കുവാൻ ഒരു മുദ്ര ഇട്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കരിങ്കല്ലുകൾ ഒരുപാട് കൂട്ടിയിട്ടിരിക്കുന്ന ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ മുതലാളിമാരും തങ്ങളുടെ കരിങ്കല്ലിൻ്റെ പുറത്ത് ഒരു മുദ്ര അടിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ കരിങ്കല്ലാണ്. കരിങ്കല്ലുകൾ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അവിടെ അവർ മുദ്രയിട്ട് വച്ചിരിക്കുകയാണ്.
ഒരുപാട് തടികൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാം ചില തടികളിൽ ഒരു പ്രത്യേക അടയാളം, മറ്റു ചില തടികളിൽ വേറെ അടയാളം. അന്വേഷിക്കുമ്പോൾ കാണും ഇത് ഇന്ന മുതലാളി വാങ്ങിച്ചിട്ടിരിക്കുന്ന തടിയാണ്, മാറിപ്പോകാതിരിക്കാൻ അദ്ദേഹം അതിൽ മുദ്രയിട്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സീല് അതിൻ്റെ പുറത്ത് ഇട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ചില മുദ്രപത്രം കാണുമ്പോൾ കണ്ടിട്ടില്ലേ, എടുത്തു നോക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സീലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ഗവൺമെൻറ് പറയുകയാണ് ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. ചിലതെടുത്ത് നോക്കുമ്പോൾ അതിൽ ബ്രിട്ടീഷുകാരുടെ സീലാണ്, അവർ പറയാണ് ഇത് ഞങ്ങളുടെ വിസയാണ്, ഇത് അമേരിക്കക്കാരുടെ വിസയാണെന്ന് അമേരിക്കക്കാർ അതിൻ്റെ പുറത്ത് സീലടിച്ചിട്ടാണ് പറയുന്നത്. ഇതേ അർത്ഥത്തിൽ കർത്താവ് ഇന്നിവിടെ പറയുകയാണ്, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു, അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി സ്വർഗത്ത് പോകുമോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട അടയാളം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പുറത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണെന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം ആ വ്യക്തിയെ തൻ്റേതാക്കി മുദ്രയടിച്ചിരിക്കുകയാണ്. ഒരു സീല് അവൻ്റെ പുറത്ത് അവളുടെ പുറത്ത് കൊടുത്തിട്ട് പറയാണ്, ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇത് എൻ്റെ സ്വന്തമാണ്, ഇത് ലോകത്തിൻ്റെതല്ല, ഇത് സാത്താൻ്റേതല്ല, ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്, ഇതിൻ്റെ പുറത്ത് ആരും തൊട്ടു പോകരുത്. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ, ഗവൺമെൻറ് ഒരു വേലി കെട്ടിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആരും പ്രവേശിക്കരുത് എന്നെഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ്. പിന്നീട് അങ്ങോട്ട് ആരും പ്രവേശിക്കത്തില്ല. നമുക്കറിയാം ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇവിടെ നമ്മളാരും കയ്യേറാൻ പാടില്ല, വീട് വയ്ക്കാൻ പാടില്ല. ആ സ്ഥലം എത്ര വർഷം ഒഴിഞ്ഞു കിടന്നാൽ പോലും ആരും അങ്ങോട്ട് കയറത്തില്ല, കാരണം അവിടെ ഗവൺമെൻറ് ഒരു മുദ്ര ഇട്ട് വച്ചിരിക്കുന്നു. ഇതുപോലെ കർത്താവ് തൻ്റെ ആടുകളെ മുദ്രയിട്ട് സൂക്ഷിക്കുകയാണ്. അവരെ ദൈവം പ്രത്യേകമായ വിധം വിളിച്ച് വേർതിരിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. 3-ാമതായി, ഈ നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നു. ആടുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ്. പ്രിയപ്പെട്ടവരെ, 40 ദിവസക്കാലം പട്ടിണി കിടന്ന് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു വന്ന യേശുവിനോട് പിശാച് പറഞ്ഞു, നീ ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റുക. ഉടനെ യേശു പറയാണ്, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ പട്ടിണി കിടക്കുകയായിരുന്നില്ല. നീ വിചാരിക്കുന്നത് ഞാൻ ഉപവാസം എടുത്തപ്പോൾ, ഞാൻ ആഹാരം കഴിക്കാതിരുന്നപ്പോൾ പട്ടിണി കിടക്കുകയായിരുന്നെന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ പട്ടിണി കിടക്കുകയല്ലായിരുന്നു. നീ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ടായിരുന്നു. നീ അറിയാത്ത മനോഹരമായ ഒരു ഫുഡ്, ഒരു ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനമാണ്. ഈ 40 ദിവസം ഞാൻ ചപ്പാത്തി തിന്നില്ല, ഞാൻ ബിരിയാണി തിന്നില്ല, ഞാൻ ചിക്കൻ കഴിച്ചില്ല, ഞാൻ ബോൺവിറ്റ കുടിച്ചില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ 40 ദിവസം ഇതിനേക്കാൾ പോഷണ ഗുണമുള്ള, ഇതിനേക്കാൾ എനിക്ക് ശക്തി തരുന്ന മറ്റൊരു ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ഓരോ വചനവും, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ കരിസ്മാറ്റിക്കുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചില ഭാഗങ്ങളെ അടിവരയിട്ട് അണ്ടർലൈൻ ചെയ്ത് അതുമാത്രം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, അമ്മച്ചി പാവയ്ക്കായും ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ ചിക്കൻ മാത്രം കഴിക്കും, പാവയ്ക്കായും ഉരുളക്കിഴങ്ങും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് പോലെ നമ്മൾ ബൈബിളിലെ ചില ഭാഗങ്ങൾ മാത്രം അടിവരയിട്ടിട്ട് അതുമാത്രം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഒരു അബ്നോർമാലിറ്റി ഉള്ളത്. ദൈവം ഇവിടെ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം ധ്യാനം കൂടിയത് 94-ലാണ്. ഞാൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നൊരു ബൈബിളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് മത്തായി സുവിശേഷം വായിക്കാൻ തുടങ്ങിയപ്പോൾ ആകപ്പാട് പ്രശ്നമായി. വേറൊന്നുമല്ല, തുടക്കം തന്നെ എങ്ങനെയാണെന്നറിയാമോ? ടെലിഫോൺ ഡയറക്ടറിയിൽ കാണുന്നത് പോലത്തെ കുറേ പേരുകളാണ്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് ജോസഫിനെ ജനിപ്പിച്ചു, ജോസഫ് എഫ്രായിം മനാസയെ ജനിപ്പിച്ചു. ഇങ്ങനെ ടെലിഫോൺ ഡയറക്ടറിയിൽ പേരെഴുതിയിരിക്കുന്നത് പോലെ കുറേ ആളുകളുടെ പേരെഴുതിയിരിച്ചു. ഞാൻ ഓർത്ത്, ദൈവം ഇത് എന്ത് കളിയാണ്? ഒരു സുഖവും ഇല്ലാത്ത ഒരു അധ്യായമാണല്ലോ ഇത്. ഇത് എന്തിനാണ് ഈ അപ്പാപ്പന്മാരുടെ എല്ലാം പേര് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് മറിച്ച് കളഞ്ഞിട്ട് വായിക്കാനൊരു പ്രലോഭനമുണ്ടായി. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അത് അങ്ങനെ തന്നെ വിട്ട് കളഞ്ഞിട്ട്
ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം തൊട്ടുള്ള ഭാഗം വായിക്കാൻ തുടങ്ങി. പക്ഷേ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് ശേഷം കർത്താവിൻ്റെ കൂടെ ഒരുപാട് നാൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ടെലിഫോൺ ഡയറക്ടറി പോലെ പേരെഴുതി വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായത്. എന്താ കാരണമെന്നറിയാമോ? ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം ആരെയും വിട്ട് കളയുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിലാണെങ്കിൽ ഇന്ത്യയിലെ 100 കോടി ജനങ്ങളിൽ നമുക്കറിയാവുന്നത് കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെയും വലിയ IAS ഓഫീസർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ നമുക്കറിയത്തുള്ളൂ. പാവപ്പെട്ട മനുഷ്യരുടെ വല്ലതും പേര് നമുക്കറിയാമോ? ഗ്രാമത്തിലുള്ള മനുഷ്യരുടെ വല്ലതും പേര് നമുക്കറിയാമോ? ഭിക്ഷക്കാരുടെ പേര് നമുക്കറിയാമോ? നമുക്കിതൊന്നും അറിയത്തില്ല. നമുക്ക് വലിയ ആളുകളുടെ പേരൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ കർത്താവ് കാണിച്ചു തരികയാണ്, അല്ല, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേര് അറിയാം. ഇതാ നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞവൻ കാണിച്ചു തരികയാണ്. ഡീറ്റെയിൽഡായിട്ട് ഇങ്ങോട്ട് ഓരോരുത്തരുടെ പേര് സഹിതം ബൈബിളിൽ എഴുതി വെച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, കോടീശ്വരനാകട്ടെ ദരിദ്രനാകട്ടെ, വിദ്യാഭ്യാസം ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, എല്ലാവരുടെയും പേര് എൻ്റെ കൈകളിൽ ഞാൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയാം. പ്രിയപ്പെട്ടവരെ, വചനം മുഴുവനുമായിട്ടും നമ്മൾ ഭക്ഷിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ ഭക്ഷിച്ചപ്പോൾ അതെനിക്ക് ആനന്ദ അമൃതമായി. ലോക പ്രശസ്ത സുവിശേഷകനായ ബില്ലി ഗ്രഹാം ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു, 35 അധ്യായം ബൈബിൾ വായിക്കാതെ അദ്ദേഹം ഉറങ്ങാറില്ലത്രേ. എന്നെക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് ഒരിക്കലും ഇത് സാധ്യമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഡ്രഗ് അഡിക്റ്റുകൾ മാനസാന്തരപ്പെട്ടു, കൊടിയ വേശ്യകൾ പൊട്ടിക്കരഞ്ഞു, വലിയ മയക്കുമരുന്ന് കള്ളക്കടത്ത് വീരന്മാർ അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് പുതിയ സൃഷ്ടികളായതിൻ്റെ കാരണം മനസ്സിലായില്ലേ? അദ്ദേഹം വചനം ഭക്ഷിച്ച ഒരു മനുഷ്യനാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ബില്ലി ഗ്രഹാമിൻ്റെ ശുശ്രൂഷയിൽ ഒരു പനി പോലും സുഖമായിട്ടില്ല, ഒരു ജലദോഷം പോലും മാറാറില്ല, ഒരു അത്ഭുതങ്ങളും ഒരു അടയാളങ്ങളും ഒരു രോഗശാന്തിയും നടക്കാതെയാണ് അദ്ദേഹം ഇത്രയും നാൾ ശുശ്രൂഷ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് പ്രസംഗമായിരുന്നു. ഒരൊറ്റ മണിക്കൂർ പ്രസംഗത്തിൽ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന, സ്റ്റേഡിയത്തിലിരിക്കുന്ന 65,000, 75,000, 1,00,000 വരുന്ന ജനങ്ങൾ പരിശുദ്ധാത്മശക്തിയാൽ കിടുകിടാ വിറയ്ക്കുകയും ഹൃദയങ്ങൾ കുപ്പിച്ചില്ല് പോലെ പൊടിഞ്ഞു പോവുകയും വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പാപികൾ ഓടി വരുന്ന കാഴ്ച നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ കാണാൻ പറ്റും. മുടിയൊക്കെ നീട്ടി വളർത്തി കഞ്ചാവടിച്ച് കറങ്ങി നടക്കുന്ന മനുഷ്യർ ഒരൊറ്റ മണിക്കൂർ ടോക്ക് കഴിയുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്താൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇതിന് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയത് ഇടയൻ കൊടുത്ത ആ നല്ല ഭക്ഷണമാകുന്ന ദൈവത്തിൻ്റെ വചനം അദ്ദേഹം ഭക്ഷിച്ചതുകൊണ്ടാണ്. 23-ാം സങ്കീർത്തനം ഇടയ സങ്കീർത്തനമാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം പറയാണ്, അവിടെ തന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു. പച്ച പുൽപ്പുറം എന്ന് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഇവിടെ ഉണക്കപ്പുല്ലില്ല. ദൈവവചനത്തിൽ ഉണക്കപ്പുല്ലില്ല, പുഴുവെടുത്ത പുല്ലില്ല, കീടനാശിനി തളിച്ച പുല്ലില്ല, വാടിപ്പോയ പുല്ലില്ല, രോഗാണുക്കളുള്ള പുല്ലില്ല. നല്ല ആരോഗ്യമുള്ള ജീവൻ തരുന്ന പച്ച ചീര പോലിരിക്കുന്ന പച്ച പുൽപ്പുറങ്ങളിലേക്ക് അവിടെ തന്നെ നയിക്കുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ ആനയിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കൽ നിന്നും എല്ലാ ദിവസവും ഭക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി നമ്മൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് നമുക്കൊരു കൂടിക്കാഴ്ച കിട്ടുകയാണ്. നിങ്ങളിപ്പോൾ എനിക്ക് ഉത്തരം തരണം. നിങ്ങളിൽ ആരായിരിക്കും കൂടുതൽ നേരം സംസാരിക്കുന്നത്? അമേരിക്കൻ പ്രസിഡൻ്റായ ബറാക്ക് ഒബാമയായിരിക്കുമോ കൂടുതൽ നേരം സംസാരിക്കുന്നത്, അതോ നിങ്ങളായിരിക്കുമോ? എൻ്റെ കാര്യമാണ്, ഞാൻ ഉത്തരം പറയാം. ഞാൻ അദ്ദേഹത്തോട് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് ഞാൻ കൂടുതൽ സമയം കേട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം എന്നേക്കാളും വലിയവനാണ്. അപ്പോൾ വലിയവനായ ഒരു മനുഷ്യൻ പറയുന്നത് ചെറിയവനായ ഒരു മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ മര്യാദ. കുട്ടികൾ സ്കൂളിൽ ചെന്നാൽ അധ്യാപകർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും. അവർ അത് മുഴുവൻ കുറിച്ചെടുക്കും, കാരണം അധ്യാപകർ വലിയവരാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ദൈവ തിരുമുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കൂടുതൽ നേരം സംസാരിക്കുകയാണോ, ദൈവം നിങ്ങളോട് കൂടുതൽ നേരം സംസാരിക്കുകയാണോ? ഇവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്.
ഇത്രയും നാൾ നമ്മൾ പറയും, ദൈവമേ നീ വലിയവനാണ്, നീ സർവശക്തനാണ്, നീ മഹോന്നതനാണ്, നീ മോസ്റ്റ് ഹൈ ഗോഡാണ്, നീ ആരാണ്, അതാണ് ഇതാണ് എല്ലാം പറഞ്ഞിട്ട് ദൈവത്തെ സംസാരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ തന്നെ മുഴുവൻ നേരവും സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ആമേൻ എന്നും പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോവുകയാണ്. പകരം ഈ വലിയ ദൈവത്തിന് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? വലിയവൻ സംസാരിക്കുന്നത് ചെറിയവനല്ലേ കുറച്ച് കൂടുതൽ നേരം കേൾക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനേകർക്ക് വളരാൻ സാധിക്കാത്തത്. എൻ്റെ കർത്താവ് വചനത്തിലൂടെ എന്നോട് പറയുന്നത് ഞാൻ കേൾക്കാൻ കുറേ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുമായിരുന്നു, എന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുമായിരുന്നു, എന്നെ ബലം കൊണ്ട് നിറയ്ക്കുമായിരുന്നു, എന്നെ കർത്താവിൻ്റെ വാളുകൊണ്ട് നിറച്ച് ശത്രുവിനെ പരാജയപ്പെടുത്താൻ അവിടെ നിന്ന് അനുവദിക്കുമായിരുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, മനുഷ്യപുത്ര, ഈ കാണുന്ന ചുരുൾ വാങ്ങി ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പന്മാരെ, അമ്മമാരെ, ദൈവം പറയാണ്, എൻ്റെ വചനം വാങ്ങിച്ചു ഭക്ഷിക്കുക, എന്നിട്ട് നിങ്ങളുടെ മക്കളോട് സംസാരിക്കുക, അവർ കേൾക്കും. ഇടവക വികാരി അച്ഛന്മാരെ, എൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി ഭക്ഷിക്കുക, എന്നിട്ട് ഇടവകയിലെ ജനത്തോട് പ്രസംഗിക്കുക, അവർക്ക് അഭിഷേകം കിട്ടും. നേതാക്കന്മാരെ, രാഷ്ട്രം ഭരിക്കുന്നവരെ, എൻ്റെ കയ്യിൽ നിന്ന് ദൈവവചനമാകുന്ന ചുരുൾ വാങ്ങി ഭക്ഷിക്കുക, എന്നിട്ട് പോയി പ്രസംഗിക്കുക, എന്നിട്ട് പോയി ജനത്തെ ഭരിക്കുക, അവർ കേൾക്കും. എസെക്കിയേൽ പറയാണ്, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ചുരുൾ വാങ്ങി ഭക്ഷിച്ചു, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു എന്ന് പറഞ്ഞാൽ എസെക്കിയേൽ പറയാണ്, ഞാനതിനെ അത്രമാത്രം സ്നേഹിച്ചു, ആസ്വദിച്ചു, അത് ഞാൻ അനുഭവിച്ചു. ദൈവം എസെക്കിയേൽ 1:4 പറയുന്നുണ്ട്, ഈ ചുരുൾ വാങ്ങിച്ച് നീ നിൻ്റെ വയർ നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ വയറ്റിൽ ഇനി വേറെ ഒന്നും കയറാൻ ഇടയില്ലാത്തവണ്ണം നീ ഈ ചുരുളിലെ വചനം കൊണ്ട് നിൻ്റെ വയർ നിറയ്ക്കണം. ആത്മീയ മനുഷ്യൻ്റെ വയർ ദൈവവചനം കൊണ്ട് നിറയപ്പെട്ടിരിക്കണം. ഞാനീ പറയുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ഒരു ദിവസം ഒരു 5-6 അധ്യായം ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കിയേ, അന്ന് നിങ്ങൾക്ക് വലിയ ശക്തിയായിരിക്കും. 2-ാമത്തെ ദിവസം നിങ്ങൾ ഒരധ്യായം ഒന്ന് വായിച്ചു നോക്കുക, ഇന്നലെ കിട്ടിയ ശക്തി നിങ്ങൾക്ക് ഇന്ന് കിട്ടത്തില്ല. കാരണം നമ്മുടെ വയർ നിറഞ്ഞിട്ടില്ല. മനുഷ്യപുത്ര, ഞാൻ തരുന്ന ചുരുൾ വാങ്ങിച്ച് ഈ വയർ നിറയ്ക്കുക. എസെക്കിയേൽ പറയാണ്, ഞാൻ അത് വാങ്ങിച്ച് വയർ നിറച്ചു. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കാണുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. എൻ്റെ വായിൽ ഇത് തേൻ പോലെ മധുരിച്ചു, ഉദരത്തിൽ കയ്പായും അനുഭവപ്പെട്ടു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം വായിക്കാനും കേൾക്കാനും നല്ല രസമാണ്. അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സഹനമുണ്ടായി, എനിക്ക് വേദനകളുണ്ടായി, എന്നെ സ്നേഹിച്ചവർ പോലും എന്നെ ഒറ്റപ്പെടുത്തി. അതെൻ്റെ ഉദരത്തിൽ കയ്പായി അനുഭവപ്പെട്ടു. എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ച വചനം എൻ്റെ ഉദരത്തിലെത്തിയപ്പോൾ കയ്പായി. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വചനത്തിൻ്റെ പേരിൽ എനിക്ക് കയ്പിൻ്റെ അനുഭവം ഉണ്ടായി. കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു പോലീസ് ഓഫീസർ വചനം ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് കൈക്കൂലി വാങ്ങിക്കേണ്ട എന്ന് തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കയ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. ഇതിന് പറയുന്ന പേരാണ് അതെൻ്റെ ഉദരത്തിൽ കയ്പായി അനുഭവപ്പെട്ടു. ഒരു ഡോക്ടർ കൈക്കൂലി വാങ്ങിച്ചിട്ട് സർജറി നടത്തുന്നു, ആളുകളെ ശസ്ത്രക്രിയ നടത്തുന്നു, വചനം കേൾക്കുന്നു, അദ്ദേഹം മാനസാന്തരപ്പെടുന്നു, കൂടെയുള്ള ഡോക്ടർമാർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് വചനം വായിൽ തേൻ പോലെ മധുരിക്കുന്നു, ഉദരത്തിൽ കയ്പായി അനുഭവപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എങ്കിലും നമ്മളിത് ഭക്ഷിക്കണമെന്നും ആ സഹനം ഏറ്റെടുക്കണമെന്നും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു ഭക്ഷണം കഴിച്ചു മാത്രമേ ആടുകളായ നമുക്ക് ശരിയായ പക്വതയിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, അവിടെ നിന്ന് വില കൊടുത്തു വാങ്ങി അങ്ങയുടെ ആടാക്കി മാറ്റി. അങ്ങയുടെ സീൽ, അങ്ങയുടെ മുദ്ര എൻ്റെ മേൽ ഇട്ട് എന്നെ വിളിച്ചു വേർതിരിച്ചു. എന്നെ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. എനിക്ക് അവിടെ നിന്ന് ഭക്ഷണം തരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരുന്നു. ഒരു വലിയ സ്നേഹബന്ധമാണ് ആഗ്രഹിക്കുന്നത്. ഓരോ ആടിൻ്റെയും മണം പോലും ഇടയനറിയാം. കുറ്റാക്കൂരിട്ടിൽ ഒരു ആട് അടുത്തു വന്നാൽ മണം പിടിച്ചു പോലും ഇതേതാടാണ് എന്ന് നല്ലൊരിടയന് മനസ്സിലാകുന്നു. അതുപോലെ ആടുകൾക്കും ഏതിരുട്ടത്തും അതിൻ്റെ ഇടയനെ മനസ്സിലാകുന്നു. ഈ ഒരു വലിയ സ്നേഹബന്ധത്തിലേക്ക് ദൈവമേ കടന്നു വരുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാറ്റിനേക്കാളുപരി ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം, ആ ബന്ധത്തിൽ വളരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.